ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത്. ലൈവിൽ നമ്മുടെ അനുമോളെ ചൊറിയാണ് നമ്മുടെ മുൻഷിയും അതുപോലെ തന്നെ ശാരികയും വന്നിട്ട്. ശാരിക നമുക്കറിയാം ഹോട്ട് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് ആൾക്കാരെ എന്താ പറയുക, ഏത് വിധത്തിലും താറടിച്ച് കാണിക്കുന്ന ഒരു പ്രകൃതമാണ്. ബിഗ് ബോസ് വീട്ടിൽ നമുക്കറിയാം എത്ര കാലം നിന്നു എന്നറിയാം. ഈ 90 ദിവസം നിന്ന അനുമോളുടെ അടുത്ത് പോയിട്ട് ശാരികയ്ക്ക് ചൊറിയേണ്ട ഒരു കാര്യവുമില്ല. ചൊറിഞ്ഞ് കഴിയപ്പം അതിനുള്ള പണി തിരിച്ചു കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അനുമോളോട് ചോദിക്കുക എപ്പോഴും എന്തിനാണ് അനുമോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അനുമോൾ പറഞ്ഞ് കരയേണ്ട സമയത്ത് ഞാൻ കരയും, എൻ്റെ അതായത് ഇമോഷണൽ അങ്ങനെയാണ്. കരയേണ്ടപ്പം കരയും, ചിരിക്കേണ്ടപ്പം ചിരിക്കും, അല്ലെങ്കിൽ സന്തോഷിക്കേണ്ടപ്പം സന്തോഷിക്കും. ഞാൻ ഹൗസിലേക്ക് എന്നെ സെലക്ട് ചെയ്തപ്പോഴേ ഞാൻ ഈ കാര്യമൊക്കെ പറഞ്ഞതാണ്. ഞാനൊരു മെറ്റീരിയൽ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരാളല്ല, എനിക്കിങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അന്നേ ബിഗ് ബോസിൽ സെലക്ട് ചെയ്ത സമയത്ത് എന്നോട് അവർ പറഞ്ഞിരുന്നു, അതങ്ങനെയാണ്, ഇമോഷണൽ അങ്ങനെയാണ്, പ്രകടിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞതാണ്. അന്നേരം ഇവൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അപ്പം അനുമോൾ കണ്ടൻ്റ് അല്ലേ, അല്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളല്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ അന്ന് അങ്ങനെയല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ശരിക്കും അതിന് പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ്. ഇത്രയും ദിവസം ഞാൻ അതുകൊണ്ടാണ് പിടിച്ചു നിന്നത് എന്ന് അനുമോൾ മുഖത്തടിച്ച് നല്ല രീതിയിൽ മറുപടി പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, ഞാൻ കരയുന്നത് മാത്രമായിരിക്കും ഒരുപക്ഷെ ബിഗ് ബോസ് പുറത്തേക്ക് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങളിവിടെ ഉള്ളപ്പോഴും കരയുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അന്നേരവും കരച്ചിലായിരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും കുലുക്കമില്ലാത്ത നിൽക്കുന്ന അനുമോളുടെ മുമ്പിൽ ഇപ്പോൾ മുൻഷിയും അതുപോലെ ശാരികയൊക്കെ പതറി നിൽക്കുകയാണ്.